പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി പരാതി ഉയർന്ന ഒരു കൂട്ടായ്മ മാറഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹരിയാലി ഫൗണ്ടേഷൻ ആയിരുന്നു. ഹരിയാലി ഫൗണ്ടേഷൻ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹിയും അതുപോലെ തന്നെ ജനപ്രതിനിധിയുമായിട്ടുള്ള കെ എ ബക്കർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പണപ്പിരിവും ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള തുടർ നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു പരാതിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും കെ എ ബക്കറിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതിക്കാർ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കെ എ ബക്കറിന് എന്താണ് പറയാനുള്ളത്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. കെ എ ബക്കർ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്? അവർ വഞ്ചിക്കപ്പെട്ടോ? നമ്മൾ ഹരിയാലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സേനയാണ്. അതിന് കീഴിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് പല ജില്ലാ അവാർഡുകളും നെഹ്റു യുവകേന്ദ്രയുടെയും യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ഒക്കെ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു വലിയ സംഘടനയാണ്. അത്തരത്തിൽ കേരളത്തിൽ 140 സംഘടനകൾ ആണ് ഈ NGO കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെ 20ഓളം സംഘടനകളാണുള്ളത്. ഈ സംഘടനകളെല്ലാം ഈ NGO കോൺഫെഡറേഷനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. നമ്മളിതിൽ കാണുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഞാനൊരു പ്രത്യേകിച്ചൊരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള സ്ഥിതിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഒരു 3-4 പേർക്ക് വീട് റിപ്പയറിങ്ങിന് ഫണ്ട് കിട്ടും, പിന്നെ ഒരു 5-8 പ്രായമുള്ള ആളുകൾക്ക് കട്ടിൽ കിട്ടും. അങ്ങനെ ചെറിയ ചെറിയ ആനുകൂല്യം മാത്രമാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് എന്തെല്ലാം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം സംഗതികൾ മനസ്സിലാക്കുന്നതും ഈ ഒരു NGO കോൺഫെഡറേഷൻ്റെ ആളുകൾ നമ്മളെ സമീപിക്കുന്നതുമൊക്കെ. അങ്ങനെ ഇവർക്ക് അഥവാ പൊതുജനങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ലാതെ, അഥവാ ഇതിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമോ മറ്റോ ഒന്നും നമ്മൾക്കില്ല. ഈ പൊതുജനങ്ങൾക്ക് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഒരുപാട് പേർക്ക് നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1200-ലധികം തയ്യൽ മെഷീനുകൾ നമ്മളെ ഇതിൻ്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രമായിട്ട്. അതുപോലെ 300ഓളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ 131 ഇരുചക്ര വാഹനങ്ങൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റുകളും കോഴിക്കോടുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഈ 50% സബ്സിഡിയിൽ തന്നെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും നമ്മൾ മുൻകൂട്ടി ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നിശ്ചിത സമയത്ത് നമുക്ക് ഇത് കൊടുക്കലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അനന്തകൃഷ്ണൻ വഴിയാണോ നിങ്ങൾ ഈ ഹരിയാലി ഫൗണ്ടേഷനെ കണക്ട് ചെയ്യുന്നത്, ഈ പുതിയ പദ്ധതികളുമായി കണക്ട് ചെയ്യുന്നത്? അതുവഴി നിങ്ങൾ എന്തൊക്കെയായിരുന്നു വിതരണം ചെയ്തിരുന്നത്? നമ്മൾ ഇതിലേക്ക് വരുന്നത് ആനന്ദ്കുമാർ സാറാണ് ഇതിൻ്റെ ഒരു പ്രധാന ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്. അതുപോലെ മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള CN രാമചന്ദ്രൻ സാറ്, അവരൊക്കെയാണ് നമ്മളിതിന് മുന്നിലുള്ള മുഖമായിട്ടുണ്ടായിരുന്നത്. അവരാണ് നമുക്ക് ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ദേശീയ കോർഡിനേറ്ററായിട്ട് അനന്തകൃഷ്ണനാണുള്ളത്. NGO കോൺഫെഡറേഷൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ ഇതിൻ്റെ കൺസൾട്ടിങ് ഏജൻസി ആയിട്ട് അനന്തകൃഷ്ണൻ്റെ ഈ ഒരു പ്രൊഫഷണൽ സർവീസസ് ഇന്നൊവേഷൻ, അതുപോലെ ഗ്രാസ് റൂട്ട് ഇമ്പാക്റ്റ് ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള സംഘടനകൾ, സോഷ്യൽ ബി വെഞ്ചേഴ്സ്, ഇതിനൊക്കെ പരിചയപ്പെടുത്തുന്നത് ഈ അനന്തകുമാർ സാറാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അത് കൃത്യസമയത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നു, അതിനുള്ള സാധനങ്ങൾ കിട്ടുന്നു, അത് ഇങ്ങനെ കൃത്യമായിട്ട് പോകുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു സുപ്രഭാതത്തിൽ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നത്. നിങ്ങളിപ്പം ഈ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ഈ പദ്ധതിയിൽ എത്ര ആളുകളെ ചേർത്തിരുന്നു? എത്ര ആളുകളിൽ നിന്ന് പണം പിരിച്ചിരുന്നു? അത് എത്രയായിരുന്നു? ഇനി കൊടുക്കാനുള്ളത് എത്രയാണ്? ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ 1200-ലധികം തയ്യൽ മെഷീനുകൾ കൊടുത്തു. അതുപോലെ 132 ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പിന്നെ 300ഓളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 200-ലധികം വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാനുണ്ട്. അതുപോലെ 300 ആളുകൾക്ക് ഹോം അപ്ലയൻസസ് നൽകാനുണ്ട്. പിന്നെ കുറച്ച് ലാപ്ടോപ്പുകളാണ് നമുക്ക് ബാക്കിയുള്ളത്. അവർ അങ്ങയെ വിശ്വസിച്ചുകൊണ്ടായിരുന്നു പണം ഇതിൽ നിക്ഷേപിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് അവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മളും ഇവരെ വിശ്വസിച്ച്, അഥവാ നാഷണൽ NGO കോൺഫെഡറേഷൻ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളുടെ ആളുകളോട്, എല്ലാവരോടും നാഷണൽ NGO കോൺഫെഡറേഷനുമായി ചേർന്ന് ഹരിയാലി ഫൗണ്ടേഷൻ നടത്തുന്ന പദ്ധതി എന്ന് തന്നെയാണ് എല്ലാവരോടും വിശദീകരിച്ച് നമ്മളെ പോസ്റ്ററിലും നോട്ടീസിലും ഒക്കെ നമ്മളതുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളും ഈ ഒരു സാഹചര്യത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോടൊപ്പം ഈ പണം ഇപ്പോൾ നമ്മൾക്കിലൂടെ വന്നിട്ടുള്ള ആളുകളോടൊപ്പം അവരുടെ പണം
ലഭ്യമാവും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായി അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അവരുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ നമുക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ എല്ലാവരുടെയും പണം തിരിച്ചു കിട്ടുന്നതിന് അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ട കാര്യങ്ങളിലേക്ക് മുന്നിൽ അവരുടെ കൂടെ തന്നെ നമ്മളുണ്ടാവും. പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ആരോപണം, അങ്ങേക്ക് ലഭിച്ചിട്ടുള്ള പണം ഈ പറയപ്പെടുന്ന സംഘടനയിലേക്ക് കൈമാറാതെ അങ്ങ് തന്നെ പല രീതിയിൽ വകമാറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആരോപണം അവിടെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് നമ്മളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ കൺസൾട്ടിങ് ഏജൻസിക്ക് പണം കൈമാറിയതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, പരാതിക്കാരിൽ ഒരാൾ ഇന്ന് പറഞ്ഞത് സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുൾപ്പെടെ അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമായി പണപ്പിരിവുകൾ നടന്നിരുന്നു, അതിലുൾപ്പെടെ തട്ടിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന ഒരു സ്കീമായിരുന്നു. പഠനോപകരണങ്ങൾ നൽകുമ്പോൾ നമ്മൾ അങ്ങോട്ട് വെച്ചൊരു ആശയമായിരുന്നു. അഥവാ അവിടെ നിന്നുണ്ടാക്കുന്ന ഒരു കിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബാഗ്, പുസ്തകം, പെൻസിൽ എല്ലാം കൂടിയുള്ളൊരു കിറ്റായിരിക്കും. അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ സാധനങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രദേശത്തുള്ള ഷോപ്പുകളിലൂടെ ലഭ്യമായാൽ അവർക്ക് ആവശ്യമുള്ള ഒരു ടോക്കൺ കൊടുത്താൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. 2000 രൂപയുടെ സാധനങ്ങൾ അവർക്ക് പർച്ചേസ് ചെയ്യാം. 1000 രൂപ മാത്രമാണ് അവരിൽ നിന്ന് വാങ്ങിയിരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ അങ്ങ് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ പരാതിക്കാരെ കണ്ട സമയത്ത് സാധാരണക്കാരായ മനുഷ്യരാണ്, ചെറിയ പണമൊക്കെ തന്നെ സ്വരുക്കൂട്ടിയാണ് ഇതിൽ നിക്ഷേപിച്ചിരുന്നത്. ആ പണം പൂർണ്ണമായി നഷ്ടപ്പെട്ട സ്ഥിതിയാണ് എന്നുള്ളത് വളരെ വിഷമത്തോടെ അവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ വലിയൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലെന്താണ് പറയാനുള്ളത്? അവരുടെ പണം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, കുറേ കാശുള്ള ആളുകളാണെങ്കിൽ അവരൊരിക്കലും ഈ എത്ര സമയം വെയിറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. സാധാരണക്കാരായ ആളുകൾ തന്നെയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. 90% ആളുകളും വളരെ പാവപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരൊരു കൂട്ടി ഉണ്ടാക്കിയുള്ള പൈസയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നമുക്ക് അവരുടെ കാശ് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളിലും അവരുടെ കൂടെ ഞാനുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടൊരു സ്പെസിഫിക് കണക്ക് അങ്ങയുടെ കയ്യിലുണ്ടോ? ഇനി എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്പെസിഫിക് കണക്കുണ്ടോ? അതോടൊപ്പം ഇനി കൊടുക്കേണ്ട ഗൃഹോപകരണങ്ങളാണെങ്കിലും വണ്ടികളാണെങ്കിലും അതിൻ്റെ ഒരു കണക്കുമുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ കണക്ക്. അഥവാ ഒരു 60,000 രൂപ വെച്ചിട്ടാണ് ശരാശരി നമ്മൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ കാശുകൾ. 200-ലധികം ആളുകൾക്കാണ് അതുള്ളത്. അതുപോലെ ഗൃഹോപകരണങ്ങൾ 30,000-ൽ താഴെ 10,000 മുതൽ 30,000 വരെയുള്ള സംഖ്യകളുണ്ട്. അത് 15,000 ഉള്ള ആളുകളുണ്ട്, 20,000 ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 300-നടുത്ത ആളുകളും പിന്നെ ഒരു 150ഓളം ലാപ്ടോപ്പുകളുമാണുള്ളത്. അത് 20,000-ൻ്റെയും 25,000-ൻ്റെയും 30,000-ൻ്റെയും ഒക്കെയാണ് അതാണുള്ളത്. ഏകദേശം 7.5 കോടി രൂപയുടെ സാധനങ്ങൾ നമ്മുടെ പ്രദേശത്ത് നേരത്തെ വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ നിലവിൽ ഈ ഒരു പരാതിക്കാർ മാറഞ്ചേരിയിലെ നിങ്ങളുടെ പദ്ധതിയുമായി സഹകരിച്ചിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള പരാതിക്കാർ അങ്ങേക്കെതിരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങേക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനെങ്ങനെയാണ് ആ നടപടിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനി അങ്ങ് എന്തെങ്കിലും കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിലവിൽ ഒരു പരാതി ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ വന്ന കാശുകൾ മുഴുവനും നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ കൺസൾട്ടിങ് ഏജൻസിക്ക്. അതുകൊണ്ട് തന്നെ നമ്മളും കൂടി വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കെതിരെ പരാതി കൊടുക്കുന്നതിൽ പ്രസക്തിയില്ല. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പെരുമ്പടപ്പ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ SP-ക്കും ഞങ്ങൾ എല്ലാ ജില്ലയിലും എല്ലാ SP-മാർക്കും സംഘടനകൾ മുഖേന നേരത്തെ തന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതെ പരാതിക്കാരോടൊപ്പം ഞാനും കൂടി നിന്ന് അവർക്ക് വേണ്ട ഫണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവരുടെ ഫണ്ട് തിരിച്ചു കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ ഞാനുണ്ടാവും. സംഭവമാകെ വിവാദമായി വാർത്തകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ. ഇനി ഇതിൽ പ്രധാനമായും ലഭിക്കേണ്ട ഒരു മറുപടി എന്ന് പറയുന്നത് എങ്ങനെയാണ് പണം നഷ്ടമായവർക്ക് പണം തിരിച്ച് ലഭിക്കുക, അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ലഭിക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. അതിനെന്താണ് മറുപടി? അതിനുള്ളൊരു പരിഹാരം എന്താണ്? അതിനി എങ്ങനെ സാധ്യമാകും? നിലവിലിത് 3 തരം ഫണ്ടുകൾ വെച്ചിട്ടാണ് ഇതുണ്ടായിരുന്നത്. അഥവാ മാർക്കറ്റിംഗ് ഫണ്ട്, ക്രൗഡ് ഫണ്ട്, CSR ഫണ്ട്. ഇതിൽ മാർക്കറ്റിംഗ് ഫണ്ടും ക്രൗഡ് ഫണ്ടും ഇതിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ കിട്ടുന്ന ഒരു സംഗതിയാണ്. CSR ഫണ്ടാണ് ഇപ്പോൾ നമ്മൾ വാർത്തയിലൂടെ അറിയുന്നത് ലഭ്യമായിട്ടില്ല എന്നുള്ളത്. CSR ഫണ്ട് ലഭ്യമാക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വമാണ് ഈ ആനന്ദകുമാറിൻ്റെ സാറിൻ്റെ നേതൃത്വത്തിൽ. അത് നമുക്ക് വലിയ വിശ്വാസമുണ്ട്. ഈ ആനന്ദകുമാർ സാർ അതിനൊക്കെ പ്രാപ്തിയുള്ള ആളാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇറങ്ങിയാൽ ഈ CSR ഫണ്ട് ലഭ്യമാക്കാൻ കഴിയും. ഇനി അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ
അതിന് മറ്റ് വഴികൾ എന്താണ്? ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 140 സംഘടനകൾ എന്ന് പറയുന്നത് വലിയ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള CSR ഒക്കെ വാങ്ങി പരിചയമുള്ള സംഘടനകൾ ആളുകൾ ഇതിലുണ്ട്. ഇതിനു വേണ്ടി ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് അതുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ജയിലിലാകുമ്പോൾ ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഈ ആളുകൾ ജയിലിലാകുമ്പോൾ ഈ ആളുകളല്ലാതെ തന്നെ ഇതിൻ്റെ ആക്ഷൻ കൗൺസിലിലേക്ക് വരുന്ന ഇതിൻ്റെ ഭാരവാഹികൾ, അഥവാ ഇനി ഇത്തരം സംഘടനകൾ 140ഓളം സംഘടനകൾ എന്ന് പറയുന്നത് ചെറിയ സംഘടനകളല്ല, വലിയ ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരുപാട് അറിവും പരിജ്ഞാനവുമുള്ള സംഘടനകളാണ്. അവർ പരിശ്രമിച്ചാൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പുതിയ ഫണ്ടുകൾ കണ്ടെത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇനി നിയമപരമായി പോകുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി അത് ഉപകരിക്കുമെന്നാണ്. പരാതിക്കാരെ സംബന്ധിച്ച് അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പരാതി കൊടുത്തതെന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരാതി കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള പണമൊന്നും തിരിച്ച് ലഭിക്കില്ല എന്ന് അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരിനി എന്താണ് ചെയ്യേണ്ടി വരുന്നത്? ഒരിക്കലും പരാതി കൊടുത്താൽ പണം ലഭ്യമാവില്ല എന്നോ ഞാൻ പറയുന്നില്ല. അവർക്ക് ഇന്ന് പരാതി കൊടുക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കണ്ട് പരാതിയിലേക്ക് പോകുന്നതും അത് രണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് പരാതിയുമായിട്ട് പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ ഉണ്ടാകും. അഥവാ നമ്മൾ ഒരു ആവേശപ്പുറത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി കുറേ പരാതികൾ അവിടെ വരുന്നുണ്ട്. അത് കാര്യങ്ങൾ പഠിക്കാതെ ചെയ്യുന്ന പരാതിയാണ്. സ്വാഭാവികമായിട്ടും ഇത് പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നഷ്ടപ്പെടുമെന്ന് പറയുന്ന നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം ലഭ്യമാവാത്ത സാഹചര്യത്തിൽ അത് കിട്ടാനുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്. ഒരു ആവേശത്തിൻ്റെ പുറത്ത് കൊടുക്കുന്ന പരാതിയേക്കാൾ പഠിച്ച് ആ കാര്യങ്ങളിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ കാരണമായ ചില ആളുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഇതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിങ്ങളറിയുന്ന മറ്റേതെങ്കിലും മേഖലകളിൽപ്പെട്ട ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ സാംസ്കാരിക കൂട്ടായ്മയുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ വിധത്തിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോയിരുന്നോ നിങ്ങളുടെ അറിവിൽ? ഞാൻ പറഞ്ഞു, ഏകദേശം 140 സംഘടനകളാണ് സംസ്ഥാനത്തുള്ളത്. 20 സംഘടനകൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള സംഘടനകളാണ്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ നേതൃത്വം നൽകുന്ന സംഘടനകളുണ്ട്. എല്ലാം ഒരു വലിയ ഫൗണ്ടേഷനുകളാണ്. നിലമ്പൂർ മുതൽ പൊന്നാനി വരെയുള്ള ഒരുപാട് സംഘടനകൾ, 20 സംഘടനകൾ ഇതിലുണ്ട്. സംഭവത്തിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് അങ്ങേ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതിൽ അവർക്ക് വലിയ ആശങ്കയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങുമായി ബന്ധപ്പെട്ടൊരു വിവരവും പിന്നീട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയില്ല. ഈ നിരന്തരമായി ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടിരുന്നു, നിങ്ങൾ പലരും വിളിക്കുമ്പോൾ കോൾ വെയിറ്റിംഗ് ആണ് ഉണ്ടാകുന്നത്. ഈ ബാറ്ററി തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്. വാട്സപ്പിന് മറുപടി കൊടുക്കാൻ പറ്റാത്ത വിധം കോളുകൾ വരുന്നതുകൊണ്ട് വാട്സപ്പിലുള്ള മറുപടിയാണ് ഇല്ലാത്തത്. ബാക്കി എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമാണ്, അങ്ങൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള സഹായം ഉൾപ്പെടെ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നെ സഹായിക്കുന്നത് എല്ലാവരും, എന്നെ അറിയുന്ന എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ എന്നെ കൃത്യമായി അറിയാം. ഇതിൽ നിന്ന് ഒരു നേട്ടവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് ആ ആളുകളെല്ലാവരും, അത് രാഷ്ട്രീയ പാർട്ടി എന്നല്ല, എല്ലാ നിലക്കും എന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. അത് തന്നെയാണ്. കെ ബക്കറാണ് നമ്മളോട് വിശദമായി സംസാരിച്ചത്. എന്താണ് സംഭവിച്ചത്, ഇക്കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, പരാതിക്കാരായിട്ടുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളതിനെക്കുറിച്ചൊക്കെ അയാൾ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അഡ്വക്കേറ്റ് കെ ബക്കർ റിപ്പോർട്ടർ ചാനലിലൂടെ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.